നമസ്കാരം. നമുക്കറിയാം, നമ്മളൊരു തുടക്കം വിജയം നേടാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ? വിജയം നേടാൻ നമുക്ക് ഏറ്റവും വേണ്ടത് ആത്മവിശ്വാസമാണ്, അല്ലേ? ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കും, ഐ ക്യാൻ. പലപ്പോഴും പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ് ക്യാൻ ഐ. ആ ക്യാൻ ഐ എന്ന ചോദ്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഐ ക്യാൻ, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് തുടങ്ങാം. വിജയം നേടാൻ വേണ്ട ഏറ്റവും വലിയ ആയുധം എന്ത് തന്നെയാണ്? ആത്മവിശ്വാസം തന്നെയാണ്. ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളവർക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ആത്മവിശ്വാസം ഉണ്ടാവണം, എഴുതിയെടുക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ഈ വിജയം നേടാൻ നമ്മൾ വെറുതെ ഒന്ന് ശ്രമിച്ചാൽ പോരാ. സ്ഥിരമായിട്ട് ആളുകൾ പറയുന്ന ഒരു ഡയലോഗാണല്ലേ, ഞാൻ ഒരുപാട് കൊല്ലമായി ശ്രമിക്കുന്നു. ഈ ശ്രമം മാത്രം പോരാ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ സ്മാർട്ട് വർക്ക് തന്നെ ചെയ്യണം. വഴിയേ പറഞ്ഞു തരാം എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി നമ്മൾ വിജയം നേടാൻ ശ്രമം മാത്രം പോരാ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് വർക്ക് കൂടി വേണമെന്ന് ഉറച്ചു വിശ്വസിക്കുക. സ്വപ്നം കണ്ടു തുടങ്ങുക. HSC സുവോളജി നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അങ്ങനെ സ്വപ്നം കാണുന്നവർക്ക് മാത്രമേ നമ്മുടെ ഭാവി സ്വന്തമാക്കാൻ പറ്റൂ. സ്വപ്നം കണ്ടു തുടങ്ങുക, ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം. ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോവുക. എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ വഴിയേ പറഞ്ഞു തരാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ചോദ്യങ്ങളാണ് വളരെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈറ്റോഡ് സ്പോട്ട്. Bitoid spot is caused by the deficiency of vitamin A, vitamin D, vitamin K, vitamin B. എപ്പോഴും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് വൈറ്റമിൻസ് എന്നുള്ള ടോപ്പിക്, അല്ലേ? അപ്പോൾ വൈറ്റമിൻസ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്കറിയാം ഓരോന്നിൻ്റെ ഡെഫിഷ്യൻസി. വൈറ്റമിൻ എ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആയിട്ട് നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് നിക്ടലോപ്പിയ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അതായത് നമ്മുടെ റെറ്റിനയിൽ കാണുന്ന ഫോട്ടോ റിസപ്റ്റർ ആയിട്ടുള്ള സെൽസ് ആണ് റോഡ് സെൽസും കോൺ സെൽസും, അല്ലേ? റോഡ്സ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത്. അതിൽ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റോഡ് എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറാണ്, അല്ലെ? കറുപ്പും വെള്ളയും ഓർത്ത് വയ്ക്കുക. റോഡ് സെൽസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിറ്റക്ട് ചെയ്യാനും ഡിം ലൈറ്റിൽ കാണാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് റോഡ് സെൽസ്. ആ റോഡ് സെൽസിലെ പിഗ്മെൻ്റ് ആണ് റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ്. ഈ റോഡോപ്സിൻ്റെ പ്രൊഡക്ഷന് ആര് വേണം? വൈറ്റമിൻ എ വേണം. വൈറ്റമിൻ എ ഇല്ലെങ്കിൽ റോഡോപ്സിൻ ഉണ്ടാവില്ല. റോഡോപ്സിൻ ഇല്ലെങ്കിൽ റോഡ് സെൽസ് ഉണ്ടാവില്ല. റോഡ് സെൽസ് ഇല്ലെങ്കിൽ നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ പറ്റില്ല. അതിനെയാണ് നിക്ടലോപ്പിയ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ലീഡ്സ് ടു നിക്ടലോപ്പിയ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി, കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നമുക്കുണ്ടാക്കുന്ന അസുഖമാണ് നമ്മുടെ സിറോഫ്താൽമിയ എന്ന സിറോ എന്ന വാക്കിൻ്റെ സിറോ എന്ന വാക്കിൻ്റെ അർത്ഥം ഡ്രൈ എന്നാണ്. ഒഫ്താൽമിക് എന്ന് പറഞ്ഞാൽ കണ്ണ്. ഡ്രൈ ഐസ് ആണ് ഉണ്ടാവുന്നത് സിറോഫ്താൽമിയ. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും, സിറോഫ്താൽമിയ ഉണ്ടാവും, അല്ലേ? വൈറ്റമിൻ എ ഡെഫിഷ്യൻസിക്ക് ഇത് മാത്രമാണ്. ഡ്രൈനെസ് ഓഫ് കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ, അതിനെയാണ് നമ്മൾ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ ബൈറ്റോഡ് സ്പോട്ട് വരുന്നത്. ബൈറ്റോഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഫോമി വൈറ്റ് പാച്ചസ് ഓൺ ദ കൺജങ്ക്റ്റൈവയിൽ കാണുന്ന ഫോമി ആയിട്ടുള്ള വൈറ്റ് പാച്ചസിനെയാണ് എന്ത് പറയുന്നത്? കൺജങ്ക്റ്റൈവയെ തുടർന്ന് ഉണ്ടാവുന്ന വൈറ്റ് സ്പോട്ടിനെ പറയുന്ന പേരാണ് ബൈറ്റോഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് വൈറ്റമിൻ എ വളരെ വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്തി എപ്പിത്തീലിയൽ ടിഷ്യൂ ആൻഡ് നോർമൽ വിഷൻ. അപ്പോൾ ബൈറ്റോഡ് സ്പോട്ട്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ സിറോഫ്താൽമിയ, അതുപോലെ കെരാറ്റോമലേസിയ എന്ന് പറഞ്ഞാൽ സോഫ്റ്റനിങ് ആൻഡ് അൾസറേഷൻ ഓഫ് കോർണിയയ്ക്ക് ഉണ്ടാകുന്ന അൾസറേഷനെയും അതുപോലെ സോഫ്റ്റനിങ്ങിനെയും പറയുന്ന പേരാണ് കെരാറ്റോമലേസിയ. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ ആരുടെയാണ്? ഈ പറഞ്ഞ സിറോഫ്താൽമിയ. ഇങ്ങനെ എഴുതാട്ടോ, സിറോഫ്താൽമിയ, ബൈറ്റോഡ് സ്പോട്ട്, കെരാറ്റോമലേസിയ. ഇതൊക്കെ നമ്മുടെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ്. ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം ബൈറ്റോഡ് സ്പോട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ബൈറ്റോഡ് സ്പോട്ട് എന്ന് പറയുന്നത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബൈറ്റോഡ് സ്പോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെ നോക്കിയാലോ? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ എന്ത് വരും? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി റിക്കറ്റ്സ് വരും, അല്ലെ? ബോലെക്സ് വരും. അതുപോലെ തന്നെയാണ് മസിൽ വീക്ക്നെസ്സും ബോൺ പെയിനും ഒക്കെ ഉണ്ടാക്കുന്ന ഓസ്റ്റിയോമലേസിയ.
നമുക്കറിയാം കാൽസിഫറോൾ എന്ന് പറയുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി. അപ്പോൾ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഏറ്റവും അത്യാവശ്യമായ സാധനമാണ് വൈറ്റമിൻ ഡി. അപ്പോൾ പുവറായിട്ട് കാൽസ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസും ഒക്കെ അബ്സോർബ് ചെയ്യാൻ പുവർ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് അബ്സോർപ്ഷൻ. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യവും ഫോസ്ഫറസും ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ തളർച്ചയായിരിക്കും, ബോ ലെഗ്സ് ആയിരിക്കും, വീക്ക് ബോൺസ് ആയിരിക്കും. അങ്ങനത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിക്കറ്റ്സ്. മലയാളത്തിൽ കാണാന്നൊക്കെ പറയും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ലീഡ്സ് ടു റിക്കറ്റ്സ് അല്ല ഓസ്റ്റിയോമലേസിയ. ഇനി വൈറ്റമിൻ കെ എന്താണ്? വൈറ്റമിൻ കെ എന്ന് പറയുന്നതാണ് വളരെ അത്യാവശ്യമാണ്. എന്തിന്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് അല്ലേ? അപ്പോൾ വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമാണെങ്കിൽ വൈറ്റമിൻ കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്ലഡ് ക്ലോട്ടിങ് ഡിലേ ആവും. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി റിക്കറ്റ്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ആൻറ്റി റാച്ചിറ്റിക് വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് കേട്ടോ. ആൻറ്റി റാച്ചിറ്റിക് വൈറ്റമിൻ. അതുപോലെ വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്നും അറിയാറുണ്ട്. ഭംഗിയുള്ള വൈറ്റമിൻ അല്ലെങ്കിൽ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഈ ആണ്. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ് ഡിലേ ആക്കും. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്ന് പറയാറുണ്ട്. ഇവിടെ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈറ്റമിൻ ബി ഇസ് എ കോംപ്ലക്സ് വൈറ്റമിൻ. വൈറ്റമിൻ ബി ഒരു കോംപ്ലക്സ് വൈറ്റമിൻ ആണ്. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്ലാസ് തന്നെ വേണം വൈറ്റമിനെ കുറിച്ച്. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നമുക്ക് B1 എന്ന് പറയാം. B1 ഡെഫിഷ്യൻസി ലീഡ്സ് ടു ബെറി. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ലീഡ്സ് ടു നിക്ലോപ്പിയ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ, ബൈറ്റോട്ട് സ്പോട്ട്, കെരാറ്റോമലേസിയ. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സും അതുപോലെ തന്നെ ഓസ്റ്റിയോമലേസിയമാണ്. വൈറ്റമിൻ കെ ഡിലേ ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ബെറിയാണ്. വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ലീഡ്സ് ടു ബെറി. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് കോംപ്ലക്സ് വൈറ്റമിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. B1 എന്ന് പറയുന്നതാണ് തൈമിൻ. B1 ഡെഫിഷ്യൻസി ആണ് ബെറി. അപ്പോൾ ബി എന്ന് ബ്ലാങ്ക് ആയിട്ടാണ് പറയുന്നതെങ്കിൽ അത് B1 ആണ്. B1 എന്ന് പറയുന്നത് ബെറി ആണെന്ന് ഓർത്തു വയ്ക്കുക. ബെറി. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? ബൈറ്റോട്ട് സ്പോട്ടിൻ്റെ ആൻസർ വൈറ്റമിൻ എ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഇത് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ലേഡിക് സെൽസ് ആർ മെൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, ആൽഡോസ്റ്റിറോൺ. അപ്പോൾ ആദ്യം തന്നെ നോക്കാം, ഈ ലേഡിക് സെൽസ് എവിടെയാണുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ലേഡിക് സെൽസ് എവിടെയാണുള്ളത്? ലേഡിക് സെൽസ് എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഹ്യൂമൻസിൽ അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ലേഡിക് സെൽസ് എന്ന് പറയുന്നത്. എവിടെയാണുള്ളത് ലേഡിക് സെൽസ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്ന ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് പെയർ ഓഫ് ടെസ്റ്റിസ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തായിട്ട് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്ക്രോട്ടൽ സാക്ക് അല്ലേ? സ്ക്രോട്ടൽ സാക്ക്. അപ്പോൾ ടെസ്റ്റിസ് ആണ്, പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. It is located outside the abdominal cavity in a sac-like structure known as scrotum. എന്തിനാണ് ഇങ്ങനെ സാക്ക്-ലൈക്ക് സ്ട്രക്ചറിൽ വെച്ചിരിക്കുന്നത്? ഒരു ലോവർ ടെമ്പറേച്ചർ ആണ് ഈ സ്ക്രോട്ടത്തിലുള്ളത്. ലോവർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 degrees Celsius ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 മുതൽ 2.5 ഡിഗ്രി വരെ കുറഞ്ഞ ടെമ്പറേച്ചറാണ് സ്ക്രോട്ടത്തിനകത്ത്. ആ ഒരു ടെമ്പറേച്ചറിലാണ് സ്പെർമറ്റോജെനിസിസ് അല്ലെങ്കിൽ സ്പേം ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഈസ് ദ ടെസ്റ്റിസ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഇൻ എ സാക്ക്-ലൈക്ക് സ്ട്രക്ചർ scrotum. Its temperature is lower than that of the body temperature, which is essential for spermatogenesis. സ്പെർമറ്റോജെനിസിന് വളരെ അത്യാവശ്യമാണ്. ഈ പറഞ്ഞ ടെസ്റ്റിസിനെ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് കമ്പാർട്ട്മെൻറ്റ്സ്. കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈ കമ്പാർട്ട്മെൻറ്റ്സിന് പുറത്തു വരുന്ന ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചാലേ നമുക്ക് ലേഡിക് സെൽസിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റിസിനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ആദ്യം തന്നെ കുറേ പേർക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ അറിയായിരിക്കും, കുറച്ച് പേർക്ക് ഒട്ടും തന്നെ അറിയില്ലായിരിക്കും. ഇത് നമ്മൾ ബേസിൽ നിന്ന് തന്നെ തുടങ്ങിയാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബേസിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ബേസിൽ നിന്ന് തുടങ്ങിയിട്ടായിരിക്കും പടിപടിയായിട്ട് മുകളിലോട്ട് പോകുന്നത് കേട്ടോ. കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും എല്ലാം മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റിസ്. അത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്താണ്, സ്ക്രോട്ടത്തിനകത്താണ്. അതിന് ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറാണ്.
അതിനകത്ത് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിൽ നിന്ന് പുറത്തു വരുന്ന ട്യൂബാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. അപ്പോൾ എവിടെയാണ് ഈ ലേഡിക് സെൽസ് ഉള്ളത്? ലേഡിക് സെൽസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എന്ന് പറയും. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അതായത് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിനെ ലൈൻ ചെയ്ത് കാണുന്ന, സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്ത് ലൈൻ ചെയ്ത് അതിനോട് ചേർന്ന് കാണുന്ന സെൽസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ദ ടെസ്റ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ദ ലേഡിക് എന്ന് പറയുന്നത്, അതുമല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അടുത്ത് കാണുന്ന അഡ്ജസൻറ്റ് ടു ദ സെമിനിഫറസ് ട്യൂബ്യൂളാണ് ലേഡിക് സെൽസ്. ഇപ്പോൾ ലേഡിക് സെൽസിനെ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എന്ന് പറയാറുണ്ട്. It is found adjacent to the seminiferous tubule in the testicles. അതെന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ മെയിൽ ഹോർമോൺസിനെ എല്ലാം കൂടി നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസിൽ റീപ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെയിൽ ഹോർമോൺസ് ആർ കോമൺലി നോൺ ആസ് ആൻഡ്രോജൻസ്. അതിൽ റീപ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. ലേഡിക് സെൽസ് എന്ന് പറയുന്നത് ലേഡിക് സെൽസ് ആർ മെൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലും എ ആയിരുന്നു അല്ലേ ഓപ്ഷൻ, റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലും എ തന്നെയാണ് വന്നിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് വന്നതല്ല, അറിയാതെ വന്നതാണ് കേട്ടോ. അപ്പോൾ ലേഡിക് സെൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫൗണ്ട് അഡ്ജസൻറ്റ് ടു ദ സെമിനിഫറസ് ട്യൂബ്യൂൾ and it produce testosterone. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് നമുക്ക് ഉത്തരം എഴുതാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇത് ക്ലിയർ അല്ലേ? ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, വഴിയെ പറയാം കേട്ടോ. In 1970, an enzyme for cutting the DNA was discovered from the bacterium Haemophilus influenzae, Escherichia coli, Methanosarcina, Heliobacter pylori. നമുക്കറിയാം എന്താണ് ഈ കട്ടിംഗ് DNA. കട്ടിംഗ് ദ DNA കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈംസിനെ നമ്മൾ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലേ? റെസ്ട്രിക്ഷൻ എൻസൈംസ്. അതിൽ DNA കട്ട് ചെയ്യുന്ന വിത്തിൻ ദ DNAയുടെ അകത്ത് കട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് അല്ലെ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ നമ്മൾ എന്തറിയപ്പെടും? ജെനറ്റിക് സിസേഴ്സ് എന്നറിയപ്പെടും അല്ലെ? ജെനറ്റിക് സിസേഴ്സ് എന്നറിയപ്പെടുന്ന റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ in 1970 an enzyme for cutting the DNA was discovered. ഏതെന്നാണ് ഡിസ്കവർ ചെയ്യുന്നതാണ് ചോദ്യം. അപ്പം നമ്മുടെ DNA കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിനെ പറയുന്ന പേരെന്താണ്? DNA കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിനെ നമ്മൾ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻസൈം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് റെസ്ട്രിക്ഷൻ എൻസൈം ആണെന്ന്. ഇത് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ടു കട്ട് ദ DNA എന്ന് പറയുന്നത് HIND2 ആണ്. HIND2. It was discovered from the bacterium Haemophilus influenzae. ഈ പറഞ്ഞൊരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഇതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിങ്ങിന് ഫൗണ്ടേഷൻ ഇട്ടത്. അതായത് നമുക്ക് ഒരു എൻസൈം ഉപയോഗിച്ച് DNA കട്ട് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന ബാക്ടീരിയത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതുമായിട്ട് എന്താ ബന്ധം? അപ്പം അതിൽ H എന്ന് പറയുന്നത് ജീനസ് നെയിമായ ഹിമോഫിലസും, IN എന്ന് പറയുന്നത് സ്പീഷീസിൻ്റെ ഫസ്റ്റ് 2 ലെറ്ററായ ഇൻഫ്ലുവൻസയും, D എന്ന് പറയുന്നത് സ്ട്രെയിനും, 2 എന്ന് പറയുന്നത് സെക്കൻഡ് റെസ്ട്രിക്ഷൻ എൻസൈം ഡിസ്കവേർഡ് ഫ്രം ദാറ്റ് സ്ട്രെയിൻ. ആ സ്ട്രെയിനിൽ നിന്ന് കണ്ടുപിടിച്ച രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ എൻസൈം ആയിരുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് അങ്ങനെ ഒരു പേര് വരുന്നത്, HIND2. നമുക്ക് നോക്കാം എന്താണെന്ന്. H ഹീമോഫിലസ് ഇൻഫ്ലുവൻസയുടെ Hഉം അതുപോലെ ഇൻഫ്ലുവൻസയുടെ INഉം DN എന്ന് പറയുന്ന സ്ട്രെയിനും രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ എൻസൈമും. അങ്ങനെയാണ് HIND2 എന്ന പേര് വന്നത്. ഇങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈമിന് പേരിടുന്നത്. അപ്പോൾ HIND2 എന്ന് പറയുന്നത് വന്നത് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ എന്നാണ്. നിങ്ങൾ ഇക്കോ R1 കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് എസ്തെരീഷ്യ കോളയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ in 1970 the enzyme for cutting the DNA was discovered from the bacterium Haemophilus influenzae. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇതിൽ ആർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയെന്നറിയോ? നോബൽ പ്രൈസ് കിട്ടിയ ഒരു ഡിസ്കവറി ആയിരുന്നു ഇത്. നോബൽ പ്രൈസ് കിട്ടിയത് വെർണർ ആർബർ, ARBER, വെർണർ ആർബറും സ്മിത്തും അതുപോലെ നാദൻസും ആയിരുന്നു. ആർബർ, സ്മിത്ത്, നാദൻസ് എഴുതാം.
സയൻറ്റിസ്റ്റുകളുടെ പേരുകളൊക്കെ പഠിക്കാൻ കുറച്ച് പ്രയാസമുണ്ടോ? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതുപോലെ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെർണർ ആർതർ, ഹാമിൽട്ടൺ ഓ സ്മിത്ത്, ഡാനിയൽ നാത്തൻസ്, ഇവർ 3 പേരുമായിരുന്നു ഇതിൻ്റെ 1978 ഈ ഡിസ്കവറിക്ക് നോബൽ പ്രൈസ് കിട്ടിയ ആൾ. പ്രത്യേകിച്ചും ഹാമിൽട്ടൺ ഓ സ്മിത്ത് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഹിമോഫിലസ് ഇൻഫ്ലുവൻസയിൽ നിന്ന് ഹിൻഡ് 2 കണ്ടുപിടിച്ച ആൾക്കാരാണ്. നോബൽ പ്രൈസ് വിന്നേഴ്സ് ആണ് ആർബർ, സ്മിത്ത്, നാഥൻസ്. ARBER, SMITH, NATHANS. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. In 1970, the enzyme for cutting the DNA was discovered from the bacterium Haemophilus influenzae. ഓപ്ഷൻ എ, അതും ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ബിഡേഴ്സ് കനാൽ. ചിലപ്പോൾ എല്ലാ ഓപ്ഷൻ എ ആയിരിക്കും. മാർക്ക് ചെയ്ത് വന്നപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആയിട്ടങ്ങ് കിട്ടതായിരിക്കും. അപ്പോൾ അതോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്ത് വന്നതിൽ എല്ലാ ഓപ്ഷൻ എ ആയതാണോ എന്ന് അറിയില്ല. എന്തായാലും ഓപ്ഷൻ എ ആണ് വന്നതിലൊക്കെ അല്ലേ. നമുക്ക് ഇതുവരെ വന്ന എല്ലാ ക്വസ്റ്റിനും ഓപ്ഷൻ എ ആണ് വന്നത്. എങ്ങനെയോ Bite spot is caused by the deficiency of vitamin A. Leydig cells are meant for the production of testosterone. In 1970, the enzyme for cutting the DNA was discovered from the bacterium Haemophilus influenzae, and Bidder's canal is present in the kidney of. Bidder's canal എവിടെയാണ് കാണുന്നത്? Bidder's canal എവിടെയാണ് കാണുന്നതെന്ന് അറിയായിരിക്കും. Bidder's canal കാണുന്നത് ഫ്രോഗിലാണ് അല്ലേ. Bidder's canal കാണുന്നത് ഫ്രോഗിലാണ്. അപ്പോൾ എവിടെയാണ് നമുക്ക് നോക്കാം. ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത് ഒരു കളക്റ്റിംഗ് കനാലാണ്. ഫ്രോഗിൻ്റെ കിഡ്നിയിൽ കാണുന്ന ഒരു കളക്റ്റിംഗ് കനാലാണ് ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത്. അത് റീനൽ ട്യൂബ്യൂളിൽ നിന്ന് യൂറിൻ കളക്ട് ചെയ്ത യുറീറ്റർ അല്ലെങ്കിൽ വുൾഫിയൻ ഡക്ട്, WOLFFIAN, വുൾഫിയൻ ഡക്ട്. നമ്മുടെ ബിഡേഴ്സ് കനാൽ കാണുന്നത് എവിടെയാണ്? ഫ്രോഗിലാണ് കാണുന്നത്. ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂണൽ കളക്റ്റിംഗ് ഡക്ട് ഫൗണ്ട് ഓൺലി ഇൻ ദ കിഡ്നി ഓഫ് ഫ്രോഗ്. കിഡ്നിയുടെ ഉള്ളിലായിട്ട് കളക്റ്റിംഗ് ട്യൂബ്യൂളിൻ്റെ ഫ്യൂഷൻ കൊണ്ടുണ്ടാവുന്ന വുൾഫിയൻ ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബിഡേഴ്സ് കനാൽ. മെയിൽ ഫ്രോഗിൽ യുറീറ്റർ സെർവ്സ് ബോത്ത് എക്സ്ക്രീറ്ററി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ്. ബിഡേഴ്സ് കനാൽ ഹെൽപ്പ് ചെയ്യും സെപ്പറേറ്റ് ദ യൂറിൻ ഫ്ലോ ഫ്രം സ്പേം ടു സം എക്സ്റ്റെൻറ്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത് ഫ്രോഗിലാണ് കാണുന്നത്. ഫ്രോഗ് അതിൻ്റെ ഓപ്ഷൻ എ ആണ്. ഓക്കെ, വുൾഫിയൻ കനാൽ. നേരത്തെ പറഞ്ഞില്ലേ വുൾഫിയൻ, അതുകൊണ്ട് ഞാൻ ആ സ്പെല്ലിങ് എഴുതി കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ബിഡേഴ്സ് കനാൽ കാണുന്നത് കിഡ്നിയുടെ അകത്താണ്. അത് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് കളക്റ്റിംഗ് ഡക്റ്റ് ആണ്. അത് ഓപ്പൺ ചെയ്യുന്നത് യുറീറ്ററിലേക്കാണ്. അതിനെയാണ് നമ്മൾ വുൾഫിയൻ ഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഓഫ് ദ വേൾഡ് വാസ് ബോൺ ഓൺ 28 July 1978, 26th May 1987, 25th July 1978, 25th May 1987. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നാണ് ജനിച്ചത്? ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നാ ജനിച്ചേ? ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നാ ജനിച്ചേ? നമുക്ക് നോക്കാം. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നാണ് ജനിച്ചത് നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത് വളരെ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ പറഞ്ഞ സാധനം. ടെസ്റ്റ് ട്യൂബ് ബേബിയുടെ ടെസ്റ്റ് ട്യൂബ് ബേബി ജനിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് ഈ ടെസ്റ്റ് ട്യൂബ് ബേബിയുടെ ജനനം അന്ന് വരെ ഈ പറഞ്ഞ അങ്ങനെ ഒരു സങ്കല്പത്തിലായിരുന്നില്ല കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അഥവാ നോർമലായിട്ട് പ്രഗ്നൻസി ചെയ്യാൻ വരാത്ത ആൾക്കാർ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഒന്നും ഇല്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇത് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത് 26 July 1978, 25th July എന്നും കാണുന്നുണ്ട്. IVF കൂടെ തന്നെയാണ് ജനിച്ചത്. അതായത് 1978 ജൂലൈ 1978 ജൂലൈ 25. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. 1978 ജൂലൈ മാർക്ക് ചെയ്യുക കേട്ടോ. 1978 ജൂലൈ 25 ഇവിടെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി ജനിച്ചത്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴിയായിരുന്നു. എന്താണ് ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ മദർ, അതായത് ലബോറട്ടറി കണ്ടീഷനിൽ ഇങ്ങനെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ജനിച്ച, നമുക്കറിയാം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വിത്ത് എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറഞ്ഞാലും ഇത് ടെസ്റ്റ് ട്യൂബിലൊന്നും അല്ല ഉണ്ടാവുക, പെട്രി ഡിഷിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴിയുണ്ട് ആദ്യത്തെ ഹ്യൂമൻ ബേബി എന്ന് പറയുന്നത്
ലൂയിസ് ബ്രൗൺ ആണ് കേട്ടോ. ലൂയിസ് ബ്രൗൺ ആണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിട്ടാണ് ദ മോസ്റ്റ് റിമാർക്കബിൾ മെഡിക്കൽ ബ്രേക്ക് ത്രൂ ഓഫ് ദ 20th സെഞ്ച്വറി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അത്രയും പ്രാധാന്യമുള്ള, അതായത് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടുപിടുത്തം അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര മുന്നേറ്റങ്ങളിൽ ഒന്നാണിതെന്ന് പറയുന്നുണ്ട്. ലെസ്ലിയും ജോൺ ബ്രൗണും അവർ കുറേ കാലമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്നു, ഫെലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ അവർക്ക് നടത്തിയ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ പാട്രിക് സ്റ്റെപ്റ്റോ, റോബർട്ട് എഡ്വേർഡ്, ജീൻ പേർഡി. സ്റ്റെപ്റ്റോ അതായത് STEPTOE, എഡ്വേർഡ്സ് EDWARDS, പർഡി PURDY. ഇവരായിരുന്നു ഇതിൻ്റെ മുൻകൈ എടുത്തതും പെട്രി ഡിഷിൽ കാര്യങ്ങൾ നടത്തിയതും. ഇത് ഓൾഡ് ഹോം ജനറൽ ഹോസ്പിറ്റലിൽ ജോൺ വെബ്സ്റ്റർ നടത്തിയ സിസേറിയൻ സർജറിയിൽ കൂടിയാണ് എന്ത് നടന്നത്, ഈ C-സെക്ഷൻ നടന്നത്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത് ലൂയിസ് ബ്രൗൺ ആണ്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി 1978 1978 25th ജൂലൈയിലാണ് ഈ കുഞ്ഞ് ആദ്യമായിട്ട് ജനിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് മാറി വന്നു. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Deficiency of an enzyme beta-DN acetyl hexosaminide causes beta thalassemia, Tay-Sachs disease, galactosemia, alkaptonuria. ഈ താലസീമിയ എന്നുള്ള ഡിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ? ബീറ്റാ താലസീമിയ, ആൽഫ താലസീമിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ബീറ്റാ താലസീമിയയും ആൽഫ താലസീമിയ എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയയും അതുപോലെ താലസീമിയയും. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്, സിക്കിൾ സെൽ അനീമിയ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഡിസീസ് നമുക്കറിയാം, നമ്മുടെ ഹീമോഗ്ലോബിനിൽ 2 ചെയിനുണ്ട്, ആൽഫ ചെയിനും ബീറ്റാ ചെയിനും. അതിൽ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ചെയിനിൽ 6th അമിനോ ആസിഡ് വാലിൻ, ഹിസ്റ്റഡിൻ, ലൂസിൻ, ത്രയോണിൻ, പ്രൊലൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡ്സിൻ്റെ സീരീസ്. വാലിൻ, ഹിസ്റ്റഡിൻ, ലൂസിൻ, ത്രയോണിൻ, പ്രൊലൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. എന്നാൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാരിൽ ഈ ഗ്ലൂട്ടാമിക് ആസിഡ് മാറി അവിടെ 6ാമത്തെ പൊസിഷനിൽ വീണ്ടും വാലിൻ തന്നെ വരും. അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടാമിക് ആസിഡ് മാറി വാലിൻ വന്നു കഴിഞ്ഞാൽ എന്തായി? ആ ഹീമോഗ്ലോബിൻ വളഞ്ഞ് സിക്കിൾ സെൽ അനീമിയ ആയിട്ട് മാറും. സിക്കിൾ ഷേപ്പിലാവും, അരിവാളിൻ്റെ ഷേപ്പിലാവും. അങ്ങനത്തെ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞത്. ഇവിടെ ഓപ്ഷനിൽ സിക്കിൾ സെൽ അനീമിയ ഇല്ല, എങ്കിലും അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ താലസീമിയ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഹീമോഗ്ലോബിൻ്റെ ബീറ്റാ ചെയിനിൽ 6ാമത്തെ പൊസിഷനിൽ അമിനോ ആസിഡ് മാറിയപ്പോൾ അവിടുത്തെ ക്വാളിറ്റിക്ക് മാറ്റം വന്നു. അതേസമയം താലസീമിയ എന്ന് പറയുന്നത് ബീറ്റാ ചെയിനിലോ ആൽഫ ചെയിനിലോ ഉണ്ടാകുന്ന അമിനോ ആസിഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് നമ്പറിന് വ്യത്യാസം വരുന്നതാണ് താലസീമിയ. താലസീമിയ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡിസീസ് ആണെങ്കിൽ, ഹീമോഗ്ലോബിനെ സംബന്ധിച്ചിടത്തോളം സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡിസോർഡർ ആണ്. ഒന്ന് ക്വാളിറ്റേറ്റീവ്, മറ്റേത് ക്വാണ്ടിറ്റേറ്റീവ്. താലസീമിയ ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഡിസോർഡർ, സിക്കിൾ സെൽ അനീമിയ ഇസ് എ ക്വാളിറ്റേറ്റീവ് ഡിസോർഡർ. ഇനി അടുത്തത് പറയാം, Tay-Sachs ഡിസീസ്. ഡെഫിഷ്യൻസി ഓഫ് എൻസൈം ബീറ്റാ-DN acetyl hexosaminide കോസസ്. എന്താണ്? Tay-Sachs ഡിസീസ് ആണ്. എന്താണ് ഈ Tay-Sachs ഡിസീസ്? നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറേ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ പറഞ്ഞ ഈ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസിയാണ് Tay-Sachs ഡിസീസ് ഉണ്ടാക്കുന്നത്. ഈ എൻസൈം നോർമലി ബ്രേക്ക് ഡൗൺ GM2 ഗാംഗ്ലിയോസൈഡിൻ ലൈസോസൈമിലെ GM2 ഗാംഗ്ലിയോസൈഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണിത്. ഇത് കുറഞ്ഞു വരുമ്പോൾ GM2 ഗാംഗ്ലിയോസൈഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാതെ നെർവ് സെൽസിൽ അക്യൂമുലേറ്റ് ചെയ്യും. അങ്ങനെ നെർവ് സെൽസിൽ അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ ഇത് പതുക്കെ ന്യൂറോൺസിൻ്റെ ഡീജനറേഷൻ, പ്രോഗ്രസീവായിട്ട് ന്യൂറോ ഡീജനറേഷന് വഴിതെളിക്കും. ഈ ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? Tay-Sachs ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ GM2 ഗാംഗ്ലിയോസൈഡ് എന്താണ്? GM2 ഗാംഗ്ലിയോസൈഡ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ലിപ്പിഡാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലിപ്പിഡാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെർവ് സെല്ലിന്. ന്യൂറോണൽ മെംബ്രെയിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ലിപ്പിഡാണ് GM2 ഗാംഗ്ലിയോസൈഡ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയല്ലോ? അപ്പോൾ Tay-Sachs ഡിസീസ് എന്താണ്? ഈ Tay-Sachs ഡിസീസ് എന്ന് ക്ലിയർ ആയി. Tay-Sachs ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ജെനറ്റിക് ഡിസോർഡറാണ്. പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് വരുന്ന ഒരു ഡിസീസാണ്. ഈ ഒരു എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ ഗാലക്ടോസീമിയ. എന്താണ് ഈ ഗാലക്ടോസീമിയ എന്ന് പറഞ്ഞാൽ? ഗാലക്ടോസീമിയ കേട്ടിട്ടുണ്ടോ? ഗാലക്ടോസീമിയ എന്ന് പറഞ്ഞാൽ ഗാലക്ടോസീമിയ എന്ന് പറഞ്ഞാൽ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ് ഡെഫിഷ്യൻസി. ഗാലക്ടോസീമിയ എന്ന് പറഞ്ഞാൽ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ് ഡെഫിഷ്യൻസി ആണ് ഗാലക്ടോസീമിയ. ഇനി ആൽക്കപ്റ്റോനൂറിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അസുഖങ്ങളൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ആൽക്കപ്റ്റോനൂറിയ എന്ന് പറഞ്ഞാൽ ഹോമോജെൻറ്റിസിക് ആസിഡ് ഓക്സിഡേസ് ഡെഫിഷ്യൻസി. ഹോമോജെൻറ്റിസിക് ആസിഡ് ഓക്സിഡേസ് ഡെഫിഷ്യൻസി. അപ്പോൾ താലസീമിയ എന്ന് പറഞ്ഞാൽ ഗ്ലോബിൻ ചെയിനിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ആൽഫ ചെയിനും ബീറ്റാ ചെയിനും ഉണ്ടാവുന്നുണ്ട്. അതിലുണ്ടാവുന്ന ഡിഫക്റ്റിനെയാണ് താലസീമിയ എന്ന് പറയുന്നത്. ഗാലക്ടോസീമിയ എന്ന് പറഞ്ഞാൽ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ് ഡെഫിഷ്യൻസി. ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ് ഡെഫിഷ്യൻസി. ആൽക്കപ്റ്റോനൂറിയ എന്ന് പറഞ്ഞാൽ ഹോമോജെൻറ്റിസിക് ആസിഡ് ഓക്സിഡേസ് ഡെഫിഷ്യൻസി. അപ്പോൾ ഇവിടെ ഉത്തരം എന്താ വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 45+XX in human indicates. എന്താണ് ഈ 45+XX? അപ്പോൾ ആദ്യം നമ്മൾ അറിയണം എന്താണ് നമ്മുടെ ജനറ്റിക് മേക്കപ്പ്. നമുക്കറിയാം നമുക്കുള്ള ക്രോമസോം എന്ന് പറയുന്നത് 46 ക്രോമസോംസ് ആണ് അല്ലേ? 46 ക്രോമസോംസ് ആണ്. 23 പെയേഴ്സ് ക്രോമസോംസ് ആണ്. 23 പെയേഴ്സ്. ഈ 23 പെയേഴ്സിൽ ഫസ്റ്റ് 22 പെയേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോസോംസ് അല്ലെങ്കിൽ ബോഡി ക്രോമസോംസ്, അതുമല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയും. ലാസ്റ്റ് പെയറിനെ നമ്മൾ പറയുന്ന പേരാണ് അലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്, അലോസോംസ്. അപ്പം അങ്ങനെ 23 പെയർ 23 പെയേഴ്സ് ആണ് നമുക്കുള്ളത്. നമ്മൾ എഴുതുകയാണെങ്കിൽ 22AA + XX. XX എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പെയർ XX ആണെങ്കിൽ ഫീമെയില്, ലാസ്റ്റ് പെയർ XY ആണെങ്കിൽ അത് മെയില്. അപ്പോൾ 22 + 1 ഇതാണ് നമ്മുടെ ജനറ്റിക് മേക്കപ്പ്. സാധാരണ മനുഷ്യരുടെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത് 22 പെയർ ഓട്ടോസോംസും XX എന്ന് പറയുന്ന സെക്സ് ക്രോമസോംസ് ആണ് ഫീമെയിൽസിൽ, XY എന്ന് പറയുന്ന സെക്സ് ക്രോമസോംസ് ആണ് മെയിൽസിൽ. ഇതാണ് ജനറൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് 46 ക്രോമസോംസ് അല്ലെങ്കിൽ 23 പെയർ വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ 45 + XX. 45 + XX എന്ന് പറയുമ്പോൾ 45 + XX എന്ന് പറയുന്നത് 45ഉം 2ഉം 47 ആയല്ലേ? 40. ഇവിടെ നമ്മൾ 22 എന്ന് പറയുന്നത് 44, 44ഉം 2ഉം 46. ഇവിടെ 45ഉം 2ഉം 47 ക്രോമസോം. 47 ക്രോമസോം വന്നാൽ ഏതാണ് കണ്ടീഷൻ? 1 by 1 ആയിട്ട് നമുക്ക് ഓരോരോ കണ്ടീഷനായിട്ട് നോക്കാം. ആദ്യം നമ്മൾ താഴെ തുടങ്ങാം അല്ലേ? ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ 21 ട്രൈസോമിയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ലാങ്ഡൺ ഡൗൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഡിസ്കവർ ചെയ്തത്. ലാങ്ഡൺ ഡൗൺ. ഇതിൽ നമുക്കറിയാം 21ാമത്തെ ക്രോമസോമും മറ്റെല്ലാ ക്രോമസോം പെയറിനെ പോലെ 21st ക്രോമസോം അതും പെയറാണ്. 21ാമത്തെ ക്രോമസോം എന്ന് പറയുന്ന പെയറാണ്. ഇവിടെ 2 ക്രോമസോമിന് പകരം 3 ക്രോമസോം വരും. 3 ക്രോമസോം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? ഇതിനെയാണ് 21 ട്രൈസോമി എന്ന് പറയുന്നത്. 21 ട്രൈസോമി. അതായത് 21 ട്രൈസോമി എന്ന് പറഞ്ഞാൽ 21ാമത്തെ ക്രോമസോം 2 എണ്ണത്തിന് പകരം 3 എണ്ണം. അപ്പോൾ 44 ക്രോമസോം വരും, 45 ക്രോമസോം വരും. 45 ക്രോമസോം വരും. XX അല്ലെങ്കിൽ XY കണ്ടീഷൻ വരും അല്ലേ? 45 + XX അല്ലെങ്കിൽ XY കണ്ടീഷൻ വരുന്നതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. XXും ആവാം XYയും ആവാം. 47 ക്രോമസോമാണ് വരുന്നത്. ഇതിനെ നമ്മൾ 21 ട്രൈസോമി എന്ന് പറയും. ഈ ഡൗൺസ് ഡേ എന്നറിയപ്പെടുന്നത് 21 മാർച്ചാണ്. 21 ക്രോമസോം 3 പ്രാവശ്യം വരുന്ന അത് സിംബോളൈസ് ചെയ്തുകൊണ്ടാണ് 21 മാർച്ച് എന്ന് പറയുന്നത് ഡൗൺസ് ഡേ ആവുന്നത്. ഇനി ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമും 47 ക്രോമസോമാണ്. പക്ഷേ ഇവിടെ ഓട്ടോസോംസ് എന്ന് പറയുന്നത് 22 എണ്ണം തന്നെയായിരിക്കും. പകരം ഇവിടെ വരുന്നത് XXY കണ്ടീഷൻ ആയിരിക്കും. XXY കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 44 + 3 47 കണ്ടീഷൻ. 2 X വരണം അല്ലെങ്കിൽ 1 Xും 1 Yയും വരണം നോർമൽ കണ്ടീഷനിൽ. പകരം ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിൽ XXY കണ്ടീഷൻ വരും. ഇവർ എങ്ങനെയായിരിക്കും? ഇവർ മസ്കുലിനായിരിക്കും, ആണുങ്ങളായിരിക്കും, പക്ഷേ ഫെമിനൈൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതായത് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ള മെയിൽസ് ആയിരിക്കും ഇവർ.
ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡൗൺ സിൻഡ്രോമിലാണെങ്കിൽ 47 ക്രോമസോമാണ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലൈൻഫെൽറ്റേഴ്സിൽ 47 ക്രോമസോം തന്നെയാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോമിൽ 21ാമത്തെ ക്രോമസോം എന്ന് പറയുന്നതാണ് ട്രൈസോമി. അപ്പോൾ സെക്സ് ക്രോമസോമിലല്ല അവിടെ കൂടുതൽ വരുന്നത്. അതേസമയം ക്ലൈൻഫെൽറ്റേഴ്സിൽ സെക്സ് ക്രോമസോമിൻ്റെ അവിടെയാണ് കൂടുതൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. പെറ്റാവൂസ് സിൻഡ്രോം. പെറ്റാവൂസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ട്രൈസോമി 13, അതിനെയാണ് നമ്മൾ പെറ്റാവൂസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ട്രൈസോമി അടുപ്പിച്ച് വന്നുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ. അതായത് നമ്മൾ ഡൗൺ സിൻഡ്രോമിൽ 21ാമത്തെ ക്രോമസോം 2 പകരം 3 വന്നതുപോലെ 13ാമത്തെ ക്രോമസോം 2 പകരം 3 വരുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പെറ്റാവൂസ് സിൻഡ്രോം. അതുപോലെ എഡ്വേർഡ് സിൻഡ്രോം ഉണ്ട്. എന്താണ് ഈ എഡ്വേർഡ് സിൻഡ്രോം? 18ാമത്തെ ക്രോമസോം ട്രൈസോമി 3 വരുന്നതിനെയാണ് എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. എഡ്വേർഡ് സിൻഡ്രോം 18, പെറ്റാവൂസ് സിൻഡ്രോം 13, ഡൗൺ സിൻഡ്രോം 21. എഡ്വേർഡ്സ് 18 ട്രൈസോമി, പെറ്റാവൂസ് 13 ട്രൈസോമി, ഡൗൺ സിൻഡ്രോം 21 ട്രൈസോമി. ഇതിൽ 3ലും വരുന്നത് 47 ക്രോമസോംസ് ആണ്. അതുപോലെ തന്നെ ക്ലൈൻഫെൽറ്റേഴ്സിലും 47 ക്രോമസോംസ് ആണ് വരുന്നത്. പക്ഷേ ക്ലൈൻഫെൽറ്റേഴ്സിൽ അധികം വരുന്ന ക്രോമസോം സെക്സ് ക്രോമസോമാണ്. XXും XYക്കും പകരം XXY കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ ജേക്കബ് സിൻഡ്രോം എന്താണ്? 44 + XYY കണ്ടീഷൻ വരുന്നു. 44 + XYY കണ്ടീഷൻ വരുന്നതാണ് ജേക്കബ് സിൻഡ്രോം എന്ന് പറയുന്നത്. 44 + XYY. അപ്പോൾ ഇവിടെ ഉത്തരം എന്താ? 45 + XX കണ്ടീഷൻ വരുന്നത് ഏതിലാണ്? 45 + XX കണ്ടീഷൻ വരുന്നത് ഡൗൺസിലാണ് അല്ലേ. ബാക്കിയുള്ളതിലൊക്കെ 47 വരുന്നുണ്ടെങ്കിലും പെറ്റാവൂസിൽ 30th ക്രോമസോമാണ് പെയർ ആയിരിക്കുന്നത് വരെ 3 ആവുന്നത്. ജേക്കബ്സ് സിൻഡ്രോമിൽ 44 + XYY ആണ് വരുന്നത്. അതുമല്ല ക്ലൈൻഫെൽറ്റേഴ്സിൽ 44 + XXY ആണ് വരുന്നത്. ഡൗൺ സിൻഡ്രോമിലാണ് 45 + X0 വരുന്നത്. ഇനി ഒരു കണ്ടീഷൻ കൂടി ഞാൻ പറയാം, ടർണർ സിൻഡ്രോം എന്ന് പറയും. ടർണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അവിടെ 44 + X0 കണ്ടീഷനാണ് വരുന്നത്. ടോട്ടൽ 45 ക്രോമസോംസ് ആയിരിക്കും. ഇവർ റുഡിമെൻ്ററി ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗനുള്ള അല്ലെങ്കിൽ പുവർലി ഡെവലപ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗനുള്ള സ്റ്റെറൈൽ ഫീമെയിൽസ് ആയിരിക്കും. അതുപോലെ ക്ലൈൻഫെൽറ്റേഴ്സും സ്റ്റെറൈൽ മെയിൽസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ക്ലൈൻഫെൽറ്റേഴ്സ് സ്റ്റെറൈൽ മെയിൽസ് ആയിരിക്കും, ടർണേഴ്സ് സ്റ്റെറൈൽ ഫീമെയിൽസ് ആയിരിക്കും. 45 + XX in human beings indicate Down syndrome. Warm-blooded animals are larger in size in the colder region when compared to hotter regions. Bergman's law, Cobb's law, Allen's law, Dollo's law. ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഓരോ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അത് ആദ്യം മനസ്സിലാക്കുന്നത് അനിമൽസ് ഇൻ കോൾഡ് റീജിയൻസ് ഹാവ് ഷോർട്ടർ ഇയേഴ്സ്, ടെയിൽസ് ആൻഡ് ലിംസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ നിയമം ആദ്യം നമ്മൾ ബെർഗ്മാൻസ് ലോ പറയാം. ബെർഗ്മാൻസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടാക്സോണമിക്കൽ ക്ലേഡിൽ അവിടെ വിശാലമായിട്ട് ഭയങ്കരമായിട്ട് ബ്രോഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ടാക്സോണമിക്കൽ ക്ലേഡ് ആണെങ്കിൽ അവിടെ വലിയ വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള ലാർജ് സൈസുള്ള പോപ്പുലേഷൻസും അതുപോലെ വലിയ സൈസുള്ള സ്പീഷീസും കാണുന്നത് കോൾഡർ എൻവയോൺമെൻറ്റിലായിരിക്കും. ചെറിയ സൈസുള്ള അല്ലെങ്കിൽ ചെറിയ പോപ്പുലേഷൻസും ചെറിയ സ്പീഷീസിൻ്റെ സൈസുള്ള അവർ കാണുന്നത് വാമർ റീജിയനിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെർഗ്മാൻസ് റൂൾ എന്ന് പറയുന്നത്. ബെർഗ്മാൻസ് റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ 4 റൂള് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ട് പോകാം. അടുത്തതെന്ന് പറഞ്ഞാൽ അലൻസ് ലോ. അലൻസ് ലോ, കോബ്സ് ലോ, ഡോളോസ് ലോ. അലൻസ് ലോയിൽ തണുത്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവികൾക്ക് ചെറിയ കൈകാലുകളും അങ്ങനത്തെ അവയവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ തണുത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് ചെറിയ കൈകാലുകളും അവയവങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ സർഫസ് ഏരിയ കുറയ്ക്കാനും ഹീറ്റിനെ ട്രാപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവർക്ക് ഉണ്ടാവുക. അവരുടെ കാർട്ടിലേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിനെയാണ് നമ്മൾ അലൻസ് ലോ എന്ന് പറയുന്നത്. ഇനി കോബ്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ ഇവല്യൂഷണറി ടൈം സ്പീഷീസ് ടെൻഡ് ടു ഇൻക്രീസ് ഇൻ ബോഡി സൈസ്. ബോഡി സൈസ് കൂട്ടുന്നത് എങ്ങനെയാണ്? കോബ്സ് നിയമം. പരിണാമ കാലഘട്ടത്തിൽ സ്പീഷീസുകൾ ഇങ്ങനെ വലിപ്പം കൂടി വരാനുള്ള അല്ലെങ്കിൽ ഇവല്യൂഷണറി പീരീഡിൽ സ്പീഷീസുകൾ ഇങ്ങനെ വലിപ്പം കൂടി വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു.
ഇനി ഡോളോസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവല്യൂഷൻ ഈസ് ഇറിവേഴ്സിബിൾ. ഒരിക്കലും ഒരു ഓർഗാനിസം ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രീവിയസ് ഫോമിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇവല്യൂഷൻ എന്ന് പറയുന്ന വളരെ പതുക്കെ സംഭവിക്കുന്ന, വളരെ ഗ്രാജുവലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇതൊരിക്കലും ഒരു തിരിച്ചുപോക്കില്ലാത്തൊരു കാര്യമാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 ലോസിനെ കുറിച്ചും പറഞ്ഞു. ഇതിൽ ഉത്തരം ഏതാ? വാം ബ്ലഡഡ് അനിമൽസ് ആർ ലാർജർ ഇൻ സൈസ് ഇൻ ദ കോൾഡർ റീജിയൻ വെൻ കമ്പയർഡ് ടു ദ ഹോട്ടർ റീജിയൻ. നമ്മളിപ്പോൾ 4ന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതനുസരിച്ച് ബെർഗ്മാൻസ് ലോ ആണ് റൈറ്റ് ആൻസർ. നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തുള്ളൂ. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസും ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.